നമ്മുടെ ഫേഷ്യൽ സ്കിന്നും ബോഡി സ്കിന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഈ ബോഡിയിൽ ഇടുന്ന ആ പ്രൊഡക്റ്റ് തന്നെ ഫേസിൽ ഇട്ടാൽ പോലെ ഫേസിൽ ഇടുന്ന ആ പ്രൊഡക്റ്റ് തന്നെ ബോഡിയിൽ ഇട്ടാൽ പോലെ എന്തിനാ വേറെ വേറെ വാങ്ങിക്കേണ്ട ആവശ്യം എന്നാ വലിയൊരു കുഴപ്പമുണ്ട്. അപ്പൊ നമ്മൾ ഇന്നിവിടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ഫേഷ്യൽ സ്കിന്നും അതേപോലെ തന്നെ ബോഡി സ്കിന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ നമ്മൾ പറയുന്നത് കട്ടി, അതായത് സ്കിന്നിന്റെ തിക്നെസ്സിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഓയിൽ പ്രൊഡക്ഷനെ കുറിച്ചിട്ടും ഓപ്പൺ പോഴ്സിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. പിന്നെ സെൽ ടേൺ ഓവർ റേറ്റിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ എക്സ്പോഷർ ടു എലമെന്റ്സ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതല്ലേ നിങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ഫേസ് സ്കിന്നും ബോഡി സ്കിന്നും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ആക്ച്വലി നമ്മൾ എപ്പോഴും എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ ഒരാളെ കാണുന്ന സമയത്ത് നമ്മൾ ഫേസിലേക്കാണ് ശ്രദ്ധിക്കുക. അപ്പോൾ ഫേസ് നല്ല രീതിക്ക് ഇരുന്നാൽ പോരെ. പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റുക. പിന്നെ അതേപോലെ ഇത് കണ്ടോ, മുക്കിൻ്റെ പേര്, ഇങ്ങനത്തെ പ്രശ്നമുള്ളതൊക്കെ ഒന്ന് മാറ്റുക. അതേപോലെ ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ അത് മാറ്റുക. അണ്ടർ ഐ ഒക്കെ ഒന്ന് ക്ലിയർ ആക്കി വെക്കുക. ഇത്രയും കാര്യങ്ങൾ പോരെ. ബോഡിയിലേക്ക് പെട്ടെന്ന് അങ്ങനെ ആരും ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ ഡ്രസ്സ് ഇടാണെങ്കിൽ ഇവിടുന്ന് ഇത്രയും ഭാഗം മാത്രമല്ലേ കാണുള്ളൂ. അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആക്കിയിരുന്നാൽ പോരെ. എന്തിനാണിപ്പോൾ ബോഡിയൊക്കെ കെയർ ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അത്യാവശ്യം ബോഡി കെയറും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇവിടെ പറയുന്നത് ഫേഷ്യൽ സ്കിന്നും ബോഡി സ്കിന്നും തമ്മിലുള്ള വ്യത്യാസം, അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ തിക്നെസ്സും നമുക്കിങ്ങനെ പറഞ്ഞു പോകാൻ. നമ്മുടെ ഫേസിലാണല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ വ്യത്യാസങ്ങൾ മനസ്സിലാകുക. നമ്മൾ ഏജ് ആവുന്നതിൻ്റെ ലക്ഷണം, ചുളിവുകളൊക്കെ വരിക ഫേസിലാണ് ആദ്യം തന്നെ. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമുക്ക് സ്വയം അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു ഫേഷ്യൽ ഏരിയ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്നുള്ള കാര്യം. പിന്നെ അതേപോലെ നമ്മുടെ കണ്ണിൻ്റെ ചുറ്റും വളരെ നേർത്ത സ്കിന്നാണ് എന്നുള്ളത് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ബോഡിയിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണ്, നമ്മുടെ ബോഡി ഈ കൈ ഇങ്ങനെ തൊടുന്ന സമയത്തും ഫേസിൽ ഇങ്ങനെ തൊടുന്ന സമയത്തും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുന്നില്ലേ. അതായത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കുറച്ചുകൂടി തിക്കായിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മുടെ ബോഡി സ്കിൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി തിക്കാണ്. ബോഡി കൈയും കാലും അപേക്ഷിച്ച് നമ്മുടെ കൈയിൻ്റെ അടിഭാഗം, കാലിൻ്റെ അടിഭാഗം എന്ന് പറയുന്നത് കുറച്ചുകൂടി തിക്കായിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലേ. നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് കൈയിൻ്റെ ഉൾഭാഗം ഇങ്ങനെ തൊടുന്ന സമയത്തും ഈ ഒരു ഭാഗം തൊടുന്ന സമയത്തും രണ്ടും വളരെയധികം ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നില്ലേ, കട്ടിയായിട്ട് തോന്നുന്നില്ലേ. യെസ്, അതേപോലെ തന്നെയാണ് നമ്മുടെ കാൽമുട്ടിൻ്റെ കാലിൻ്റെ ആ ഒരു ഭാഗം തൊടുന്ന സമയത്തും നമ്മുടെ കാലിൻ്റെ അടിഭാഗം തൊടുന്ന സമയത്തും വളരെ ഡിഫറെൻ്റ് അല്ലേ. യെസ്, സ്കിൻ ടൈപ്പ് അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഫേസിലേക്ക് ഒരു സ്കിൻ ടൈപ്പും ബോഡിയിലേക്ക് നമ്മുടെ കൈയിൻ്റെ ഉൾവശത്തേക്ക് വരുന്ന സമയത്ത് കാലിൻ്റെ അടിവശത്തേക്ക് വരുമ്പോൾ കുറച്ചുകൂടി കട്ടി കൂടുതലും. അതിനെ അപേക്ഷിച്ച് കാലിൻ്റെ ഈ ഒരു ഭാഗം, കൈയിൻ്റെ ഈ ഒരു ഭാഗം, കാലിൻ്റെ ഈ ഒരു ഭാഗം, മുട്ടിൻ്റെ താഴേക്കുള്ള ഭാഗം, മേലോട്ടുള്ള ഭാഗം എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി കട്ടി കുറവുള്ളതാണ്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ബോഡീൻ്റെ വലിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ബോഡിയിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനവും നമ്മൾ ഫേസിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. എസ്പെഷ്യലി ഇപ്പോൾ ക്രീംസ് ആണെങ്കിലും ലോഷൻസ് ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന നാച്ചുറൽ റെമഡീസ് ആണെങ്കിൽ പോലും, സ്ക്രബ് ആണെങ്കിൽ പോലും ബോഡിയിലേക്ക് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? ബോഡി സ്കിന്നിനെ പോലെയല്ല ഫേഷ്യൽ സ്കിന്ന്, വളരെ സെൻസിറ്റീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡാമേജ് ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നത് ഓയിൽ പ്രൊഡക്ഷനെ കുറിച്ചിട്ടാണ്. ഫേസിലേതും ബോഡിയിലേതും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയാം. ഫേസിലേത് നോക്കുകയാണെങ്കിൽ ഓയിലി കോമ്പിനേഷൻ സ്കിൻ ടൈപ്പുകാർക്കാണ് ഈ ഒരു ഇഷ്യൂ കൂടുതലായിട്ടുള്ളത്. എൻ്റേത് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ടീ സോണിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഓയിൽ ആയിട്ടിരിക്കുന്നത്. ഈ ഓയിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുണ്ടാകും, സെബേഷ്യസ് ഗ്ലാൻഡ് വഴിയാണ് നമുക്ക് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു, എനിക്ക് ഈ ഒരു ഏരിയയിലാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സെബേഷ്യസ് ഗ്ലാൻഡ് ഉള്ളത്. അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ഏരിയയിൽ ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് നടക്കുന്നത്. പിന്നെ ഓയിലി സ്കിൻ ടൈപ്പുകാർക്ക് അറിയാമല്ലോ, എപ്പോഴും ഫേസ് ഓയിലി ആയിട്ടിരിക്കുമ്പോൾ ഒരു ഫ്രഷ് അല്ലാത്തതുപോലെ ഒരു ഫീൽ ഉണ്ടാക്കാനൊക്കെ സ്കിന്ന് ഡള്ളായി പോവും ഓയിലി ആയിട്ടിരിക്കുന്ന സമയത്ത്. എല്ലാവർക്കും അറിയണ്ടാവും. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓയിൽ പ്രൊഡക്ഷൻ നമ്മുടെ ഫേസിൽ നടക്കുമ്പോൾ ഈ പൊടി അഴുക്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ ഫേസിലേക്ക് വന്നിരിക്കുകയും പിമ്പിൾസും ആക്നി, ഫ്രഷ് അല്ലാത്ത ഒരു ലുക്ക് തരാനൊക്കെ കാരണമാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസിൽ നടക്കുന്ന ഓയിൽ പ്രൊഡക്ഷൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരെ ബോഡിയിലേക്ക് വരികയാണെങ്കിൽ അത് നേരെ തിരിച്ചാണ്. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രവർത്തനമാണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത്.
ബോഡിയിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്കിന്ന് വളരെയധികം ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. എൻ്റെ ഒരു കേസിൽ പറയുകയാണെങ്കിൽ കുറച്ച് കോമഡിയാണ്. അതായത് ഇവിടെ നിങ്ങോട്ടേക്കും കാലിൻ്റെ മുട്ടിന് താഴേക്കുമാണ് എനിക്ക് ഡ്രൈ ആയിട്ടിരിക്കുന്നത്. നമ്മളെ സ്വയം അനലൈസ് ചെയ്യാൻ പഠിക്കണം കേട്ടോ. നമ്മുടെ സ്കിന്നിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണോ എന്ന് മനസ്സിലാകുന്നില്ല, ഒന്ന് ട്രൈ ചെയ്ത് മനസ്സിലാക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഐക്കാർഡിലെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് അത് കൊടുക്കുക, നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. കുറച്ചുകൂടി എളുപ്പമായിരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ബോഡി സ്കിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. എനിക്കിങ്ങനെയാണ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഡ്രൈ, കാലിൻ്റെ മുട്ടിന് താഴേക്ക് ഡ്രൈ, ബാക്കി വലിയ കുഴപ്പമൊന്നുമില്ല, നോർമലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബോഡിയിലേക്ക് വരുമ്പോൾ സെബേഷ്യസ് ഗ്ലാൻഡ് ഉണ്ട്, പക്ഷെ അതിൻ്റെ എണ്ണം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് നടക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയി പോകാനുള്ള കാരണം. അപ്പോൾ ഫേസിലേതും ബോഡിയിലേതും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇനി നമ്മൾ പറയുന്നത് സ്കിൻ പോഴ്സിനെ കുറിച്ചിട്ടാണ്, അതായത് മുഖത്തെ സുഷിരങ്ങളെ കുറിച്ചിട്ട് കേട്ടോ. നമ്മുടെ ഫേസിലുള്ള പോഴ്സ് എന്ന് പറയുന്നത് വളരെ വലുതാണ്, നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. എൻ്റെ ഫേസിൽ ഇത് ഇവിടെയൊക്കെയാണ് വലിയ ഓപ്പൺ ആയിട്ടുള്ള പോഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ വലിയ പോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അടഞ്ഞു പോവുകയും നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടാകാനുള്ള ചാൻസും കൂടുതലാണ്. പിന്നെ ഈ ഒരു പോഴ്സിലൂടെയാണ് ഈ വിയർപ്പും ഓയിലും ഒക്കെ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും പ്രോഡക്റ്റൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നോൺ കോമഡോജനിക് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യണം. നമ്മുടെ പോഴ്സിനെ അടയ്ക്കാത്ത രീതിയിലുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് കേട്ടോ. ഇനി നേരെ നമ്മൾ ബോഡിയിലേക്ക് വരികയാണെങ്കിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ബോഡിയിൽ സ്കിൻ ബേസസിലും ഒക്കെ ഡിഫറെൻ്റ് ആണ് അല്ലേ, കുറച്ച് തിക്കായിട്ടുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് പോഴ്സ് വളരെ ചെറുതായിരിക്കും, നമുക്കത് കാണാനും പറ്റില്ല. പിന്നെ നോർമലി വേർപ്പൊക്കെ പുറന്തള്ളുന്നത് ഈ ഒരു പോഴ്സിലൂടെയാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ സ്കിൻ ടൈപ്പ് വെച്ചിട്ടും പ്രശ്നങ്ങൾ വെച്ചിട്ടും വേണം നമ്മൾ പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കാൻ. ഇത് കുറച്ച് കട്ടിയുള്ള ലോഷൻസൊക്കെ യൂസ് ചെയ്താലും ബോഡീൻ്റെ കാര്യത്തിൽ വലിയ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പോഴ്സിലേക്ക് വരുമ്പോൾ ഫേസിലുള്ളതും ബോഡിയിലുള്ളതും ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് എന്താണെന്ന് നോക്കിയാലോ. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ പറയുന്നത് സെൽ ടേൺ ഓവർ റേറ്റിനെ കുറിച്ചിട്ടാണ്. പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടേണ്ട സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. എന്താന്ന് നോക്കാം. നമ്മുടെ ചർമ്മത്തിലെ പലതരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടല്ലേ, അതിലൊന്നാണ് പഴയ സെൽസൊക്കെ നശിച്ചു പോയിട്ട് പുതിയത് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഈ ഒരു പ്രവർത്തനത്തിന് തന്നെയാണ് നമ്മൾ സെൽ ടേൺ ഓവർ എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ഫേസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ പ്രവർത്തനം കുറച്ചുകൂടി പെട്ടെന്ന് നടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും മാർക്സ് ഉണ്ട് അല്ലെങ്കിൽ മുറിവുണ്ടെന്ന് വിചാരിക്കാം, ഇത് പെട്ടെന്ന് മാറുന്നില്ലേ, ഇത് ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ ബോഡിയിലേക്ക് വരുമ്പോൾ ബോഡിയിൽ ഇതെങ്ങനെയാണ് നടക്കുന്നത് നോക്കിയാലോ. നമ്മുടെ ബോഡിയിലേക്ക് വരികയാണെങ്കിൽ പ്രവർത്തനം വളരെ സ്ലോ ആയിട്ടാണ് കേട്ടോ നടക്കുന്നത്. നമ്മുടെ സെൽ ടേൺ ഓവർ വളരെ സ്ലോ ആയിട്ട് നടക്കുന്നതിനോടാണ് നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന സമയത്ത് പല കാര്യങ്ങളും നമുക്ക് സ്ലോ ആയിട്ട് റിസൾട്ട് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മുറിവ് ഉണ്ടായിന്ന് വിചാരിക്കുക, ഇനി അതല്ലെങ്കിൽ സൺ ടാനൊക്കെ ഉണ്ടാവുമല്ലോ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് കുറേ ടൈം പിടിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? യെസ്, അത് നമ്മുടെ സെൽ ടേൺ ഓവർ പ്രക്രിയ വളരെ സ്ലോ ആയിട്ട് നടക്കുന്നതിനോടാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് ഈ സെൽ ടേൺ ഓവർ എന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ പറയുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള കാര്യമാണ് എക്സ്പോഷർ ടു എലമെൻറ്റ്സ് എന്നാണ് ഞാനിതിന് പേര് കൊടുത്തിട്ടുള്ളത്. പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ചേട്ടേണ്ട സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്തെ നമ്മുടെ ഇത്രയും ഭാഗം നമ്മൾ ഫുൾ ബോഡിയിൽ ഇത്ര ഭാഗം മാത്രമേ നമ്മൾ കവർ ചെയ്യാതായിട്ട് വരുന്നുള്ളൂ. ബോഡിയിലേക്ക് വരുമ്പോൾ ബാക്കി എല്ലാ ഭാഗവും നമ്മൾ കവർ ചെയ്തിട്ടാണ് അല്ലേ, ഡ്രസ്സ് ഇട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. ഫേസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മളിതാ ഇത്രയും ഭാഗം ഓപ്പൺ ആക്കിയിട്ട് വെച്ചിട്ടാണ് പോകുന്നത് അല്ലേ. നമുക്കിങ്ങനെ കണ്ണ് മാത്രം പുറമെ വെച്ചിട്ട് പോകാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും കവർ ചെയ്യാതെ എങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ പൊടി കാര്യങ്ങളൊക്കെ നമ്മുടെ ഫേസിൽ വന്നിരിക്കുന്നുണ്ട്, പുക, പിന്നെ അതേപോലെ സൂര്യൻ്റെ ആ ഒരു വെളിച്ചം തട്ടിയിട്ട് സൺ ഡാമേജ് വരുന്നുണ്ട്, ടാൻ അടിക്കുന്നുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടല്ലേ. ആക്ച്വലി നമ്മുടെ ഫേസാണ് ഇത്രയും പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുന്നത്. യെസ് ഗൈസ്, അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഫേസിനെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് സംരക്ഷിച്ച് നിലനിർത്തുക, പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഫേസിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ പറയുകയാണെങ്കിൽ സൺ ഡാമേജ് വരുമ്പോൾ നമ്മുടെ ഫേസിൽ പെട്ടെന്ന് തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ പറയുകയാണെങ്കിൽ പ്രിമേച്ചർ ഏജിങ്, അതായത് പ്രായമാകുന്നതിന് മുന്നേ പ്രായമായി എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഫേസിലാണ് പെട്ടെന്ന് തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുക എന്ന് പറയുന്നത് സ്കിൻ കെയർ തന്നെയാണ്. മോർണിംഗ് നിങ്ങൾ പുറത്തേക്ക് പോകുന്നതിൻ്റെ മുന്നേ, ഇനി പുറത്തേക്ക് പോയിട്ടില്ലെങ്കിൽ വീട്ടിലിരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ സ്കിൻ കെയർ ചെയ്യണം എന്നാണ് പറയുന്നത്.
സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. നമ്മുടെ സ്കിൻ ടൈപ്പ്, നമ്മുടെ പ്രശ്നങ്ങൾ എല്ലാം മനസ്സിലാക്കിയിട്ട് അതിന് അനുയോജ്യമായിട്ടുള്ള പ്രോഡക്റ്റ് തന്നെ യൂസ് ചെയ്തിട്ട് നല്ലൊരു സ്കിൻ കെയർ ചെയ്യുക. മോർണിംഗ് PM AM PM റൂട്ടീൻ എന്നൊക്കെ കേട്ടില്ലേ, അങ്ങനെ ചെയ്യുക. അത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ആക്ച്വലി ഞാൻ ഇതിൻ്റെ കൂടെ ടിപ്സും കൂടി ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. ഇപ്പം തന്നെ വീഡിയോ വളരെ വലുതായിട്ടുണ്ട്. ഞാൻ പരമാവധി വീഡിയോ ഇപ്പോൾ ലെങ്ത്ത് കുറയ്ക്കാനാണ് കേട്ടോ നോക്കുക. ഇപ്പോൾ റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 5 മിനിറ്റ് 4 മിനിറ്റ് അത്രയൊക്കെ ഉള്ളൂ. ഞാൻ അത്രയും മതി എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ലോങ് വീഡിയോ ആയി പോകണ്ടെന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ടിപ്സ് ഞാൻ വേറെ തന്നെ ഷോർട്ട് വീഡിയോ ആയിട്ട് കൊടുക്കാതായി കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവാം. അപ്പോൾ അതിൽ കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും റിലേറ്റീവ്സൊക്കെ ഉണ്ടാവില്ല, അവർക്കും കൂടി സെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെന്താ, ഈ വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് ചെറിയ പരിപാടിയല്ല. നമുക്ക് എൻ്റെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ പ്രശ്നമുള്ള ആളുകൾ നമ്മളിൽ പലരും ഉണ്ടാവും. നിങ്ങൾക്ക് ഉപകാരമാവട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ എന്താണോ അത് മനസ്സിലാക്കി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണോ ഞാൻ വീട്ടിൽ ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പറയുന്നതും ചെയ്യുന്നതും. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, കഷ്ടപ്പാടുണ്ട്. വീഡിയോ എടുക്കാനാണെങ്കിലും എഡിറ്റ് ചെയ്യാനും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനൊക്കെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഞാൻ മാത്രമല്ല കേട്ടോ, വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഫാമിലി റിലേറ്റീവ്സ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാം. വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ.